ഹലോ ഫ്രണ്ട്സ്, നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബീച്ച് സൈഡിൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന കാടമുട്ട മസാലയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമുക്ക് കാടമുട്ട മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 10 മുട്ട ഇവിടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അത് ചൂടായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇവിടെ ഇതാ മുട്ട പുഴുങ്ങി തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ബീച്ച് സൈഡിലൊക്കെ തട്ടുകടയിലൊക്കെ കാണുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിത് കുറച്ചുകൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം നേരം വേവിക്കണ്ട, പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഹാർഡായി പോവും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 10 മുട്ടയ്ക്കുള്ള മസാലയാണ് കേട്ടോ ചേർത്ത്. നിങ്ങൾക്ക് കൂടുതൽ എത്ര മുട്ടയാണ് എടുക്കുന്നത് അതനുസരിച്ച് മസാല കൂട്ടി കൊടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബായ്.